ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഈ വർഷം എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു വരികയായിരുന്നു സർക്കാരും എഞ്ചിനീയറിംഗ് കോളേജ് ഉടമസ്ഥരുടെ അസോസിയേഷനും തമ്മിൽ. അതായത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഉടമസ്ഥരുടെ അസോസിയേഷനും തമ്മിൽ നടന്ന ചർച്ച ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലെല്ലാം ഇത് നിറഞ്ഞു നിന്നിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്തായിരുന്നു? എൻട്രൻസ് പരീക്ഷ നടത്തി ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലവിൽ നിന്നിരുന്നത് എങ്കിൽ, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ അതാണ് പിന്തുടരുന്നത് എങ്കിൽ, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻട്രൻസ് ഫലമല്ല, മറിച്ച് പ്രവേശനത്തിന് +2 പരീക്ഷയുടെ ഫലത്തെ ആശ്രയിച്ച് പ്രവേശനം അനുവദിക്കണം എന്നാണ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ മാർക്കോ അല്ലെങ്കിൽ സംപൂജ്യരായ ആൾക്കാരടക്കമോ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടുന്ന അവസ്ഥ രൂപപ്പെട്ടിരുന്നു. ഇതേ സംബന്ധിച്ചുള്ള തർക്കമാണ് ചർച്ചയ്ക്ക് വിധേയമായത്. ആ കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു. അങ്ങനെ ചർച്ച അലസി പിരിഞ്ഞിരുന്നു. അതിനുശേഷം തങ്ങളുടെ നിലപാട് പുനഃപരിശോധിച്ചുകൊണ്ട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സർക്കാരിനെ കാണുകയും ആ കാഴ്ചയിൽ ധാരണ രൂപപ്പെടുകയും ചെയ്ത വാർത്തയാണ് പത്രലോകം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാള മനോരമ എന്ന പത്രം ഈ ചർച്ചയുടെ എല്ലാ ഗതങ്ങളും അന്തർഗതങ്ങളുമൊക്കെ പ്രധാന വാർത്തയാക്കി ഒന്നാം പേജിൽ തന്നുകൊണ്ടിരിക്കുന്ന പത്രം ഇന്ന് അതേ സംബന്ധിച്ച ധാരണാ വാർത്ത തരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശനം ധാരണയായി എന്ന ശീർഷകത്തിൽ ആ വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരാഴ്ചയോളം നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇരുകൂട്ടരും ഒരു സമവായത്തിലെത്തി. ആ സമവായം നിർദ്ദേശിച്ചത് സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ കീഴ്വഴങ്ങേണ്ടി വന്നു മാനേജ്മെൻറ്റുകൾക്ക് എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നാളെ ഉച്ചവരെ ഓപ്ഷൻ നൽകാം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശന കാര്യത്തിലെ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സർക്കാരും മാനേജ്മെൻറ്റ് അസോസിയേഷനും ധാരണാപത്രം ഒപ്പിട്ടു. പ്രവേശന പരീക്ഷയുടെയും +2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അന്തിമ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിലാവും പ്രവേശനം. ധാരണാപത്രം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നാളെ ഉച്ചവരെ ഓപ്ഷൻ സമർപ്പിക്കാനാകും. +2 മാർക്ക് കൂടി ചേർത്തുണ്ടാക്കുന്ന അന്തിമ പട്ടികയ്ക്ക് പകരം പ്രവേശന പരീക്ഷയുടെ മാത്രം റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയിൽ നിന്ന് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും പ്രവേശനാനുമതി വേണമെന്നും, ഒഴിവ് വരുന്ന സീറ്റുകളിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നുമുള്ള മാനേജ്മെൻറ്റുകളുടെ ആവശ്യവും സർക്കാർ അംഗീകരിച്ചില്ല. അതേസമയം അലോട്ട്മെൻറ്റുകൾ പൂർത്തിയായ ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിൽ +2-ന് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും, ഇക്കാര്യം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു. അത്രമാത്രമേ സർക്കാർ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഇപ്പോഴെത്തിച്ചേർന്നിരിക്കുന്ന ധാരണ എന്തെല്ലാമാണ് അത് ഏറ്റവും ചുരുക്കി പറയുന്നു മനോരമ അതിൻ്റെ ഒന്നാം പേജിലെ വാർത്തയിൽ. അതിങ്ങനെയാണ്: പ്രവേശനം അന്തിമ റാങ്ക് പട്ടികയിൽ നിന്നു മാത്രം. 57 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ വാർഷിക ഫീസ് 50,000 രൂപ. 41 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ പകുതിയിൽ ഫീസ് 75,000 രൂപ, പകുതിയിൽ 50,000 രൂപ. SC/ST സീറ്റുകളിലെ ഒഴിവുകൾ പരസ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം പൊതുവിഭാഗത്തിലേക്ക് മാറ്റും തുടങ്ങിയ കാര്യങ്ങളാണ്, ധാരണകളെ സംബന്ധിച്ച വാർത്തകളാണ് മനോരമ തരുന്നത്. അങ്ങനെ തരുമ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നപ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് അതിനോട് യോജിച്ചു പോകേണ്ടി വരുന്നു എന്ന വളരെ
ജനകീയമായ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു കാര്യമാണെങ്കിൽ നാം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ചർച്ച നടക്കുകയുണ്ടായി UDF സർക്കാരിൻ്റെ കാലത്ത്. കഴിഞ്ഞ വർഷം ആ ചർച്ച ഒരു മാസം നീണ്ടു നിന്നു, ഒരാഴ്ചയല്ല, ഒരു മാസത്തോളം പല കടമ്പകളിൽ തട്ടി നീണ്ടു നിൽക്കുകയും ഒടുവിൽ മാനേജ്മെൻറ്റുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്തു. ഇതാ ഇച്ഛാശക്തിയോടെ ഒരു ഗവൺമെൻറ് മാനേജ്മെൻറ്റുകളെ അഭിമുഖീകരിച്ചാൽ ചർച്ചയ്ക്ക് സമയം ഒരു മാസം വേണ്ട, കേവലം ഒരാഴ്ച മതിയാകും. അതുമാത്രമല്ല, സർക്കാർ അതിൻ്റെ പ്രഖ്യാപിത നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ അവർക്കനുപൂരകമായി തന്നെ മാനേജ്മെൻറ്റുകൾ നീങ്ങും എന്നാണ് ഈ കാര്യം നമ്മോട് പറയുന്നത്. അതാണ് ഇന്ന് വാർത്തയായി നമുക്ക് വായിക്കാനാകുന്നത് മലയാള മനോരമയിൽ. മലയാള മനോരമയിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി നമുക്ക് ഈ കാര്യവുമായി ബന്ധിപ്പിച്ച് വായിക്കാനാകും. മറ്റു പത്രങ്ങൾ അത് കൊടുത്തതായി കാണുന്നില്ല. +1 കാര്യത്തിൽ പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി നടക്കുകയുണ്ടായി. സംസ്ഥാന വ്യാപകമായി +1 കാര്യത്തിൽ നടന്ന ഈ പണപ്പിരിവുണ്ടല്ലോ, അത് പരിശോധിക്കുകയും കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കുകയും സർക്കാർ ചെയ്ത വാർത്തയും മലയാള മനോരമ ഉൾപേജിൽ തന്നിരിക്കുന്നു. +1 പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി പരിശോധന. +1 പ്രവേശനത്തിൻ്റെ ഭാഗമായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അനധികൃത പണപ്പിരിവും തടയാൻ ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. ഡയറക്ടർ KV മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പരിശോധനയ്ക്കിറങ്ങിയതോടെ പണപ്പിരിവ് നിലച്ചു എന്നാണ് വിലയിരുത്തൽ. PTA ഫണ്ടെന്ന പേരിലും മറ്റും 20,000 രൂപ വരെ അനധികൃതമായി പിരിച്ചെടുക്കലായിരുന്നു. PTA ഫണ്ട്, കെട്ടിട ഫണ്ട് തുടങ്ങിയ ധാരാളം ഫണ്ടുകളെക്കുറിച്ച് സംസാരിക്കുകയും നമുക്ക് മനസ്സിലാകാത്ത കുറേ ബില്ലുകൾ തരികയും 20,000 രൂപ വരെ അടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതും ഇത്തവണ നടക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സർക്കാർ എടുത്തതോടെ ആ കാര്യവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് എന്തായാലും പുതിയ സർക്കാരിൻ്റെ മികവ് 2 തരത്തിലും വിളിച്ചറിയിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പൊതുമേഖലാ സംരക്ഷണ നയം LDFിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അധികാരത്തിൽ വരുമ്പോൾ LDF അധികാരത്തിൽ വരുന്ന സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്ന് ശക്തിപ്പെട്ട് തിടം വെച്ച് നിൽക്കും. എന്നാൽ UDF അധികാരത്തിൽ വരുമ്പോൾ അത് വീണ്ടും ശോഷിച്ചു പോവുകയും ചെയ്യും. ഇന്ന് ദേശാഭിമാനിയുടെ 1-ാം പുറം ഒരു വാർത്ത തരുന്നു. പൊതുമേഖലാ കൂപ്പുകുത്തി എന്ന ശീർഷകത്തിൽ CAGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുമാനമാണ് ദേശാഭിമാനി വാർത്തയാക്കിയിരിക്കുന്നത്. കാണുക, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിയമസഭയിലടക്കം മുൻ UDF സർക്കാർ അവകാശപ്പെട്ടതിൻ്റെ വിപരീതമാണ് യഥാർത്ഥ സ്ഥിതിയെന്ന് CAG വ്യക്തമാക്കുന്നു. 2015 മാർച്ച് 31 അവസാനിച്ച വർഷത്തിലെ റിപ്പോർട്ട് പ്രകാരം 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. ആകെ 889.89 കോടി രൂപയാണ് നഷ്ടം. നഷ്ടം വരുത്തിയ പ്രധാന സ്ഥാപനങ്ങളിൽ ചവറ KMML ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ ഒന്നായ KMML 24.90 കോടി രൂപയുടെ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. 508.22 കോടി രൂപയുടെ നഷ്ടവുമായി KSRTC ആണ് മുന്നിൽ. കശുവണ്ടി കോർപ്പറേഷൻ 127.95 കോടി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 89.11 കോടി എന്നിവ കടുത്ത നഷ്ടം വരുത്തിയ സ്ഥാപനങ്ങളാണ് എന്ന CAG റിപ്പോർട്ടാണ് ദേശാഭിമാനി 1-ാം പേജിൽ നിന്ന് പ്രാധാന്യത്തോടെ തരുന്നത്. VS അച്യുതാനന്ദന് പദവി എന്തായിരിക്കും? അതേ സംബന്ധിച്ച് അണിയറയിൽ ദീർഘമായ ചർച്ചകൾ നടന്നിരുന്നു. നയപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ പാർട്ടി പദവികളാണ് VS അച്യുതാനന്ദൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഗൗരവതരമായ ഇടപെടലുകൾ അസാധ്യമാക്കുന്നതും മറ്റുള്ളവർക്ക് അസ്വാരസ്യമുണ്ടാക്കാത്തതും ആയ ഒരുപക്ഷെ ഒരു മൂലയ്ക്കിരിക്കാവുന്ന പദവികളാണ് സർക്കാർ അദ്ദേഹത്തിന് നൽകാം എന്ന് സമ്മതിച്ചിരിക്കുന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് വന്ന വാർത്തകളിൽ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നത് എങ്കിൽ
അത് പരിഹാരമാകുന്നു. ആ പരിഹാരം വീണ്ടും പ്രശ്നമാകുമോ എന്നത് മറ്റൊരു കാര്യം. ഏതായാലും പരിഹാരമാകുന്നു എന്ന് മാത്രമല്ല, പത്രങ്ങൾ ഇന്ന് പറയുന്നത് പോലെയാണെങ്കിൽ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അത് തീരുമാനിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ആ പരിഹാരം പ്രഖ്യാപിക്കപ്പെടും. ക്യാബിനറ്റ് അംഗീകരിച്ച് പ്രഖ്യാപിക്കും എന്ന് വേണം കരുതാൻ. VSൻ്റെ പദവി ഇന്ന് മന്ത്രിസഭ തീരുമാനിക്കും. അത് ഇനി ദൂരങ്ങളിലേക്ക് നീണ്ടുപോകില്ല. ഇന്ന് തന്നെ തീരുമാനം വരും. ആ തീരുമാനമെടുക്കാൻ പാകത്തിലുള്ള സമവായം VSനും പാർട്ടിക്കുമിടയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. പ്രകാശ് കാരാട്ടും യെച്ചൂരിയും ഇരുകൂട്ടരുമായി സംസാരിച്ചാണ് അത്തരമൊരു ധാരണയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് എന്നു മാത്രമല്ല, മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായ CPIയും അക്കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് അത് തീരുമാനമാക്കി പ്രഖ്യാപിക്കാനാകും. അക്കാര്യത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഒഴിയുകയും ചെയ്യുന്നു. വാർത്താ മാധ്യമത്തിൽ ഇങ്ങനെ തരുന്നു: VSൻ്റെ പദവി ഇന്ന് മന്ത്രിസഭ തീരുമാനിക്കും. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആയേക്കും. VS അച്യുതാനന്ദൻ്റെ പദവി സംബന്ധിച്ച് ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തേക്കും. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി VSനെ നിയമിക്കാൻ CPMലും LDFലും ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ഈ പദവി അദ്ദേഹം നിരസിച്ചതാണ്. ഇഫക്റ്റീവായി, വാസ്തവത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ഇടപെടാനും കഴിയുന്ന പദവിയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിലും ഈ പദവി അങ്ങനെയാണ് എന്ന് പറയാനാവില്ല. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആയേക്കും. അതിനകത്ത് മന്ത്രിസ്ഥാനീയനുമായിരിക്കും. കാരണം മന്ത്രിക്ക് തുല്യമായ ഒരു പദവി ആണത്. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് ഇനി ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാകുന്നു. ആ ഡയാലിസിസ് യൂണിറ്റ് ഒരു സംഭാവന എന്ന നിലയ്ക്കാണ്, സർക്കാരിൻ്റെ ചിലവിലല്ല, ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സംഭാവന നടത്തിയ ജീവകാരുണ്യവാനുണ്ടല്ലോ, അയാൾ തൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. 70 ലക്ഷം രൂപ സംഭാവനയായി നൽകി ഒരു സത്കൃത്യം, ഒരുപക്ഷെ ജീവനെ നിലനിർത്തുന്ന സത്കൃത്യം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം തൻ്റെ പേരോ തൻ്റെ സ്ഥാപനത്തിൻ്റെ പേരോ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നതാണ്. അതാണ് ഒരുപക്ഷെ റമദാൻ മാസത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു മാതൃക. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൈവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നതും. പേരും പെരുമയും വേണ്ട, ഇത് 70 ലക്ഷത്തിൻ്റെ കാരുണ്യം. KP ജയകുമാർ ചേർത്തലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ ചേർത്തല താലൂക്കിൽ ഇനി വൃക്കരോഗികൾക്ക് ഡയാലിസിസ് മുടങ്ങില്ല. സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന സംവിധാനം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു. നന്ദി പറയേണ്ടത് പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു സ്ഥാപനത്തോട്. പേര് വെളിപ്പെടുത്തരുതെന്ന് നിഷ്കർഷിച്ച ഒരു സ്ഥാപനമാണ് ഈ സംവിധാനം ഒരുക്കിയത്. ചെലവഴിച്ചത് 70 ലക്ഷം രൂപ. ആന്ധ്ര സംസ്ഥാനം വിഭജിച്ച് ആന്ധ്രയും തെലുങ്കാനയുമായി തീരുന്നതിന് പിന്നിൽ ദീർഘമായി ദശകങ്ങളുടെ പോരാട്ടം തന്നെയുണ്ടായിരുന്നു തെലുങ്കാനവാദികൾക്ക്. അങ്ങനെ ഒരു സംസ്ഥാനം രണ്ടായി വിഭജിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയും സ്വാഭാവികഗതിയിൽ രണ്ടായി വിഭജിക്കേണ്ടതാണെങ്കിൽ ആന്ധ്രയിലെ ഹൈക്കോടതി അപ്രകാരം വിഭജിച്ചില്ല. അതുകൊണ്ട് ഒരു യുദ്ധം തന്നെ അക്കാര്യത്തിലും തുടങ്ങിയിരിക്കുന്നു. തെലുങ്കാനയ്ക്ക് ഹൈക്കോടതി വേണ്ടിവരുന്ന സാഹചര്യത്തിൽ തെരുവിൽ നിയമയുദ്ധമാണ് നടക്കുന്നത്. തെരുവിൽ നിയമയുദ്ധമെന്ന് പറയുമ്പോൾ നിയമയുദ്ധം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് തെരുവിൽ നടക്കുന്നതിനെ അല്ല, മറിച്ച് തെരുവിൽ നിന്ന് വ്യത്യസ്തമായി നിയമവ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ, കോടതി സ്ഥാപനങ്ങളിൽ, ആ സ്ഥാപനങ്ങളിൽ നടക്കുന്നതിനെയാണ് നാം നിയമയുദ്ധം എന്ന് പറയുന്നതെങ്കിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്ന ഈ യുദ്ധം തെലുങ്കാനയിലെ തെരുവിലാണ് നടക്കുന്നത്. മാധ്യമം ആ വാർത്ത ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. തെരുവിൽ നടക്കുന്ന ആ നിയമയുദ്ധം ഇങ്ങനെയാണ് വാർത്തയായിരിക്കുന്നത്. ഹൈദരാബാദ് ഹൈക്കോടതി വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് തെലുങ്കാനയിൽ
കീഴ്ക്കോടതി ജഡ്ജിമാരുടെ പ്രതിഷേധം കത്തുന്നു. തെലങ്കാന ജഡ്ജസ് അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെ 11 ജഡ്ജിമാരെ ഹൈദരാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി നടപടിയിൽ പ്രതിഷേധിച്ച് ജഡ്ജിമാർ കൂട്ടത്തോടെ 15 ദിവസത്തെ അവധിക്ക് അപേക്ഷ നൽകാൻ തീരുമാനിച്ചു. 125 ജഡ്ജിമാർ അസോസിയേഷന് രാജിക്കത്ത് നൽകുകയും ചെയ്തു. ജഡ്ജിമാർ തെരുവിലിറങ്ങി. 11 പേർക്ക് സസ്പെൻഷൻ. ജഡ്ജിമാർ കൂട്ടരാജിക്ക് കേന്ദ്ര സംസ്ഥാന വാക്പോര് നടക്കുകയും ചെയ്യുന്നു. ജഡ്ജിമാർ അങ്ങനെ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സമരം നാം കണ്ടിട്ടില്ല. ഹൈദരാബാദ് ഹൈക്കോടതി വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാനയിലെ കീഴ്ക്കോടതി ജഡ്ജിമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോഴുള്ള ചിത്രവും മാധ്യമം തരുമ്പോൾ അങ്ങനെ ഒരു രംഗം കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് തന്നെ ഉണ്ടാകാൻ ഇടയില്ല. ഇവിടെ തെലങ്കാനയ്ക്കോ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ജഡ്ജിമാർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നത് കൊണ്ടാണ് മാധ്യമം തെരുവിലെ നിയമയുദ്ധം എന്ന് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഈ വാർത്ത കേരള കൗമുദി ദേശാന്തരം പേജിൽ തരുമ്പോൾ തെലങ്കാനയിൽ ജഡ്ജിമാരുടെ പ്രക്ഷോഭം, 9 ജഡ്ജിമാരെ സസ്പെൻഡ് ചെയ്തു എന്ന ശീർഷകത്തിൽ ജില്ലാ ജഡ്ജിമാരായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരെ കൂടുതലായി നിയോഗിച്ചതിൽ പ്രതിഷേധിച്ച് ജഡ്ജിമാർ നടത്തുന്ന സമരം, തെരുവിലൂടെ സമരം നടത്തി കടന്നു പോകുന്ന ജഡ്ജിമാരുടെ ചിത്രം കേരള കൗമുദി നമുക്കിന്ന് തന്നിരിക്കുന്നു. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സദാചാര ഗുണ്ടകൾ ഒരു കൊലപാതകം കൂടി കേരളത്തിൽ നടത്തിയിരിക്കുന്നു എന്നതാണ്. ഓരോ തവണയും സദാചാര ഗുണ്ടകൾ ഇടപെട്ട് സദാചാര സംരക്ഷണാർത്ഥം ആളുകളെ ഉപദ്രവിക്കുമ്പോൾ ഏറിയ കൂറും കഷ്ടമെന്ന് പറയട്ടെ, അത് മലപ്പുറത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം നിവാസികളും മലപ്പുറത്തെ ഭരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ, മതമൊന്നുമില്ല എന്ന് പറയുന്ന മതാധിഷ്ഠിത പാർട്ടിയായ ലീഗ്, ആ ലീഗും പ്രത്യേക പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് തങ്ങളുടെ തട്ടകത്തിൽ ഈ നിലയ്ക്കുള്ള രാക്ഷസീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രാകൃത സ്വഭാവത്തോടു കൂടിയ സംഭവങ്ങൾ ആവർത്തിച്ച് അരങ്ങേറുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ്. അപമാനിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സദാചാര ഗുണ്ടകൾ നടത്തിയ ഒരു കൊലപാതക വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ആ വാർത്ത മറ്റൊരു സവിശേഷത കൂടി നമ്മൾ ഇന്ന് അവകാശപ്പെടുന്നുണ്ട്. കാരണം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയുണ്ട്. ഒരേ സംഭവത്തെ വ്യത്യസ്ത രീതിയിൽ ഓരോ വിഭാഗങ്ങൾ അവരുടെ താൽപ്പര്യാർത്ഥം വ്യാഖ്യാനിക്കുന്ന ഒരു രീതി, വലിയ സിനിമകൾ തന്നെ അത്തരം കാര്യങ്ങളെ മുൻനിർത്തി വന്നിട്ടുണ്ട്. അത്തരം രീതികളുണ്ട്. അതേ രീതിയിലാണ് ഇന്ന് പത്രങ്ങൾ മങ്കടയിലെ സദാചാര ഗുണ്ട വിളയാട്ടത്തിൻ്റെ വാർത്ത നമുക്ക് തരുന്നത്. ആ സദാചാര കൊലപാതകത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ, ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേക മതവിഭാഗങ്ങളും പത്രങ്ങളും എടുത്തിട്ടുള്ള നിലപാടുകൾ, വ്യാഖ്യാനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. ആ വാർത്ത മംഗളം കണ്ണാടിപ്പുറത്ത് വാർത്തയാക്കി തരുന്നു. മങ്കടയിൽ സദാചാര ഗുണ്ടകൾ യുവാവിനെ മർദ്ദിച്ചു കൊന്നു എന്ന ശീർഷകത്തിലാണ് വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. സദാചാര ഗുണ്ടകൾ യുവാവിനെ മർദ്ദിച്ചു കൊന്നു. മങ്കട കൂട്ടിൽ സ്കൂൾ പടിയിലെ പരേതനായ കുന്നശ്ശേരി അബ്ദുൾ അസീസിൻ്റെ മകൻ നസീർ 42 വയസ്സ് ആണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 സംഭവം. വടികൊണ്ടടിച്ചും ചവിട്ടിയും കുത്തിയും ബോധം പോകും വരെ മർദ്ദിച്ച സംഘം യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അനുവദിച്ചില്ല. മരിച്ചുവെന്ന് ഉറപ്പാക്കിയാണ് സംഘം സ്ഥലം വിട്ടത് എന്ന് യുവാവിൻ്റെ ബന്ധുക്കൾ പറയുന്നു. നസീറിനെ മുൻവിരോധം വെച്ച് ചിലർ പിടികൂടി യുവതിയുടെ വീട്ടിലേക്ക് കയറ്റി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ജീവൻ നഷ്ടമാകുന്നതുവരെ അക്രമികൾ കാവൽ നിന്നു എന്ന് സഹോദരൻ നവാസ് ആരോപിക്കുകയും ചെയ്തു. ഒരിറ്റു വെള്ളത്തിനു വേണ്ടി നസീർ കേണപേക്ഷിച്ചപ്പോൾ അത് നൽകാൻ കൊലപാതകികൾ അനുവദിച്ചില്ല എന്നും വാർത്തയുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് നസീർ കൊല്ലപ്പെട്ടത്, കൊലപാതകത്തിന് ഹേതുഭൂതകമായിരിക്കുന്ന കാരണമെന്ത്, അതിനെ സംബന്ധിച്ച്
ഒരു സ്ത്രീയുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പാതിരാത്രിയിൽ ഇയാൾ കടന്നു ചെന്നു എന്നാക്ഷേപിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി നസീറിനെ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് പൊതുവെ പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൽ ലഭിക്കുന്ന ഒരു ഉത്തരം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരാളെ അടിച്ചും ഇടിച്ചും കുത്തിയും കൊല്ലുന്നു എന്നത് കാരണമാണല്ലോ സദാചാര പോലീസ് എന്ന പ്രയോഗം വരുന്നത്. സദാചാരം നിലനിർത്താനുള്ള, സദാചാരമെന്ന് പറയുമ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും സദാചാരം ഓരോന്നാണ്. അവരുടെ മതാനുഷ്ഠാനങ്ങൾ വെളിവാക്കുന്ന സദാചാരം നിലനിർത്താൻ അതിനു വേണ്ട സംഘടിപ്പിക്കപ്പെട്ട ക്ഷാത്രവീര്യമുള്ള സേന കടന്നു ചെന്ന് അവരെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴാണ് അത് സദാചാര പോലീസിങ് ആയി മാറുന്നത്. അതിനെ മുൻനിർത്തിയാണ് സദാചാര പോലീസ് എന്നതിനെ വിളിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ, സിറാജ് എന്ന പത്രം ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ, ക്രൂരമർദ്ദനം യുവാവ് മരിച്ചു, സദാചാര പോലീസ് എന്നൊരു വാർത്തയേയില്ല. ക്രൂരമർദ്ദനം ഉണ്ടായി, യുവാവ് അങ്ങ് മരിച്ചു. എന്തിന് ക്രൂരമർദ്ദനമുണ്ടായി, ആര് ക്രൂരമർദ്ദനം നടത്തി, എങ്ങനെ മരിച്ചു തുടങ്ങിയ വിശദാംശങ്ങൾ ആ പത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകില്ല. കാരണം അതൊരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പത്രമാണ്. ആ സമുദായമാണ് അത് ചെയ്തതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും മുമ്പ് ചെയ്തിരുന്നതും. ഇനി നമുക്ക് മാധ്യമം എന്ന പത്രത്തിലേക്ക് വരാം. അവർ പറയുന്നത് നാട്ടുകാരുടെ മർദ്ദനം, യുവാവ് മരിച്ചു, കഷ്ടം. വെറുതെ ഇങ്ങനെ നാട്ടുകാർ പോവുകയായിരുന്നു. അപ്പോൾ ഒരു യുവാവിനെ കണ്ടു, പെട്ടെന്ന് തോന്നി മർദ്ദിക്കണമെന്ന്. മർദ്ദിച്ചപ്പോൾ യുവാവ് അങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. എത്ര ഇന്നസെൻ്റ് ആയിട്ടാണ് വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. പാതിരാത്രിക്ക് ഒരു വീട്, സ്ത്രീ മാത്രം താമസിക്കുന്ന വീട് ചവിട്ടി തുറക്കുക, ചവിട്ടി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന പുരുഷനെ, അത് ആ സ്ത്രീ ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു വരട്ടെ, ഇല്ല, അത് മറ്റൊരു കഥയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സ്ത്രീ വിളിച്ചു വരുത്തിയ ഒരു പുരുഷനെ മതാന്ധത നിറഞ്ഞ കാപാലിക വിഭാഗം അവരുടെ അപരിഷ്കൃത വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിച്ചങ്ങ് കൊല്ലുക, അതിനെയാണ് നാട്ടുകാരുടെ മർദ്ദനം, യുവാവ് മരിച്ചു എന്ന് നിസ്സംഗമായി പറയുന്നത് ഒരു പത്രം. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ അവിടെയും കൗതുകം അവസാനിക്കുന്നില്ല. കാണുക, CPM പ്രവർത്തകനെ ലീഗുകാർ കൊന്നു. അങ്ങനെയാണ് CPM അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വധിക്കപ്പെട്ട നസീർ CPMൻ്റെ പ്രവർത്തകനായിരുന്നു അത്രേ. അദ്ദേഹത്തെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് പാതിരാത്രിയിൽ വിളിച്ചു വരുത്തി സൗകര്യപ്രദമായ സ്ഥലത്ത് എത്തിച്ച് കൊല്ലുകയായിരുന്നു ലീഗുകാർ. അങ്ങനെ സ്ത്രീയെ ഉപയോഗിച്ച് കൊല്ലുക എന്ന കൂടുതൽ നിസ്സംശമായ ഒരു രീതി കൂടി സ്വീകരിച്ചിരിക്കുന്നു ഇത്തവണ ലീഗ് എന്ന ഈ പരമപാവനമായ പാർട്ടി. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജില്ലയെ മുഴുവൻ പതിറ്റാണ്ടുകൾക്ക് പിന്നിലാക്കിയ പാർട്ടി. പിന്നിലാക്കുക മാത്രമല്ല, തുടർന്നും പിന്നിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന പാർട്ടി. ഈ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ തന്നെ ഗൗരവതരമായ സദാചാര വിരുദ്ധാക്ഷേപങ്ങൾ വന്നിരുന്നവരാണല്ലോ. പിന്നെ എന്ത് യുക്തിയും ശക്തിയുമാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ? അതാണ് നാം ആലോചിക്കേണ്ടത്. CPMനെ തകർക്കാൻ സ്ത്രീയെ ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്കാണ് ദേശാഭിമാനി അത് കാണുന്നത്. ഏതായാലും ആ ജില്ലയിലെ ഈ നിലയ്ക്കുള്ള പ്രവൃത്തികൾ തുടരുക തന്നെ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും അപമാനകരമായ കാര്യം. കലാഭവൻ മണിയുടെ മരണം വീണ്ടും അന്വേഷിക്കാൻ സംഘത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ജന്മഭൂമി പൊതുവാർത്താ പേജിൽ തരുന്നത് സചിത്രമായി. കലാഭവൻ മണിയുടെ മരണം അന്വേഷണത്തിന് പുതിയ സംഘം. കലാഭവൻ മണിയുടെ മരണം അന്വേഷിക്കുന്ന സംഘത്തെ മാറ്റി. തൃശ്ശൂർ റൂറൽ SP R നിശാന്തിനിക്കാണ് പുതിയ കേസ് അന്വേഷണ ചുമതല. കേസ് അന്വേഷണം തൽക്കാലം CBIക്ക് വിടേണ്ടെന്ന തീരുമാനത്തിലാണ് DGP ലോക്നാഥ് ബെഹ്റ. കേസ് അന്വേഷണം CBIക്ക് വിടുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതിനാൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് സമയമെടുക്കും. അതിനിടെ കേസ് തെളിയിക്കാമെന്ന വിശ്വാസത്തിലാണ് DGP ബെഹ്റ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന് ഹിതപരിശോധനയിലൂടെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ തീരുമാനം നടപ്പാക്കപ്പെട്ടു തുടങ്ങിയിട്ടില്ല. ബ്രിട്ടൻ വിട്ടുപോകും എന്ന അവസ്ഥ വന്നപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്താണ് അമാന്തിക്കുന്നത്, വിട്ടുപോകൂ ധൈര്യമുണ്ടെങ്കിൽ എന്ന നിലയ്ക്ക് നിലപാടെടുത്തതോടെ ബ്രിട്ടൻ കൂടുതൽ വിഷമവൃത്തത്തിലായിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ
ഹിതപരിശോധനയുമായി ബന്ധിപ്പിച്ച് സംഭവിച്ച ആ അട്ടിമറിയുണ്ടല്ലോ, അതേ മുൻനിർത്തിയ ഒരു ലേഖനം ശശി തരൂർ ഇന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം UN-ൽ ഇരുന്ന ആളാണ്. അതുകൊണ്ട് കൂടുതൽ ഇത്തരം കാര്യങ്ങളുടെ അന്തസ്പന്ദങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകും. മാതൃഭൂമിയിലെ ലേഖനം കാണുക. ബ്രെക്സിറ്റ് അതൃപ്തിയുടെ സന്തതി. ചരിത്രപരമായി വോട്ടെടുപ്പിലൂടെ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രിട്ടൻ്റെ തീരുമാനം രാജ്യാന്തര സമൂഹത്തിൻ്റെ ചിന്താഗതിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹിതപരിശോധനാ ഫലത്തിൻ്റെ ആഘാതത്തിൽ വിപണി വിറച്ചു. ബ്രിട്ടനെയും അതേസമയം യൂറോപ്യൻ യൂണിയനെയും ഭൂരാഷ്ട്രപരമായ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് തള്ളിയിട്ടു. അതിൻ്റെ പരിണിത ഫലങ്ങൾ പ്രവചനാതീതമായി. ഒരു ആഗോള പ്രതിഭാസത്തിൻ്റെ ആദ്യ പൊട്ടിത്തെറിയായി വേണം ബ്രെക്സിറ്റിനെ കാണാൻ. വികസിത രാജ്യങ്ങളിൽ നിന്ന് ആഗോളീകരണത്തിന് ലഭിച്ച തിരിച്ചടിയാണിത്. അതിർത്തികൾ ചോർന്നു പോകുന്നതും വികസ്വര രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരെ ചുരുങ്ങിയ വേതനത്തിൽ ജോലിക്ക് ലഭിക്കുന്നത് മൂലം തദ്ദേശീയർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്നതും ആഗോള ശക്തികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് തോന്നലും ഇവരെ ഇതിലേക്ക് നയിച്ചു. ഇത്തരം വികാരങ്ങൾ മുതലെടുത്താണ് യൂറോപ്യൻ ഗ്രാമങ്ങളിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. മാറിയ ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനഭിലഷണീയമായ നീക്കങ്ങളാണിത്. ഏതായാലും ഹിതപരിശോധന അവസാന വാക്കാണ് എന്ന് കരുതാൻ, സത്യത്തിൻ്റെ നാവാണ് എന്ന് കരുതാനൊന്നും കഴിയില്ല എന്ന് ശശി തരൂർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ ഇത്തരം ഹിതപരിശോധനകളിലേക്കൊന്നും സഞ്ചരിച്ച് കളയരുത് എന്നുകൂടി അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ ലേഖനത്തിൽ ഇന്നത്തെ ചിത്രം. തെരുവിൽ ഒരു പോലീസ് സേന സമസ്ത സന്നാഹങ്ങളോടും കൂടി നിൽക്കുന്ന സമയത്ത് ആ പോലീസ് സേനയ്ക്ക് മുന്നിൽ ചെന്ന് ഒരു സാധു വൃദ്ധ അവരുടെ ഊന്നി ചെന്ന് അവരോട് കുശലാന്വേഷണം നടത്താൻ കഴിയുമോ? ഇപ്പോഴത്തെ കാര്യത്തിൽ അത് കഴിയില്ല എന്ന് കരുതുമ്പോൾ ഈ ചിത്രം കാണുക, അത് കഴിയുക തന്നെ ചെയ്യും. ഇത് അത്തരമൊരു എത്തിപ്പെടലാണ്. വൃദ്ധ എത്തിയത് വനിതാ പോലീസിന് മുന്നിലാണ് എന്നതാണ് വ്യത്യാസം. പോലീസ് വനിതകളാകിയാൽ ആ വൃദ്ധയോട് അവർ കുശലം നടത്തുന്നു. എല്ലാം സ്ത്രീകൾ തന്നെയാണല്ലോ. ചിരിച്ച് കുശലം നടത്തുന്ന വനിതാ പോലീസുകാരുടെയും ആ വൃദ്ധ സ്ത്രീയുടെയും ചിത്രം ജി ബിനുലാൽ പകർത്തി മാതൃഭൂമി നഗരം പേജ് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.